ഇതാണ് ആനക്കൊമ്പൻ വെണ്ട. അപ്പൊ ആനക്കൊമ്പൻ വെണ്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പ് പോലെ വളഞ്ഞിരിക്കണോണ്ടാണ് ഈ ആനക്കൊമ്പൻ വെണ്ടാന്ന് പറയണത്. ഈ വെണ്ട നട്ടിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. കണ്ട ഇതിങ്ങനെ ഇതിന്റെ തടിഭാഗം കണ്ട ഇതൊരു മരം പോലെ വന്നേക്കണേണ്. ഇതിങ്ങനെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കമ്പുമ്മലൊക്കെ എപ്പോഴും കായുണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരുപാട് വർഷം നിൽക്കും. പിന്നെ ഇതിപ്പോ കമ്പുമ്മൽ ഉണ്ടായിട്ട് തന്നെ നല്ല വലിപ്പത്തിൽ വരും. അപ്പൊ ഇതിന്റെ ആദ്യത്തെ വെണ്ടക്കകളൊക്കെ നല്ല വലിപ്പമുള്ളതായിരുന്നു കേട്ടോ, ഫസ്റ്റ് ഉണ്ടാവണതൊക്കെ. ഇപ്പൊ കണ്ട ഒരുപാട് ശാഖകൾ കണ്ട. നമ്മ ഇതിന്റെ 1-2 വെണ്ടത്തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വെണ്ടക്ക കിട്ടും. നല്ല ടേസ്റ്റിയായ വെണ്ടക്കയാണ്. നമുക്കൊരു 3 വെണ്ടക്കയൊക്കെ മതി മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട്. കണ്ട ഇതിന്റെ പൂക്കൾ കണ്ട, ഓരോ മുട്ടിന്റെ ഇടയിൽ ഇങ്ങനെ പൂവും കായും ആയിരിക്കുള്ളൂ. നല്ല വലിപ്പം കണ്ട. അപ്പം നമുക്ക് വെണ്ടത്തൈയൊക്കെ എല്ലാവരും ഇതേപോലെ കണ്ട പ്രൂൺ ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മിങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവരും അതങ്ങോട്ട് പറിച്ച് കളയലല്ലേ ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്യരുത്. പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ശാഖകൾ വരും. ആ ശാഖകളിൽ നിന്നൊക്കെ നമുക്ക് വെണ്ടക്ക കണ്ട എല്ലാ ശാഖകളിൽ നിന്നും വെണ്ടക്ക കിട്ടും. അപ്പം നമുക്ക് അധികം എപ്പോഴെപ്പോഴും നടണ്ട. വെണ്ടയൊക്കെ അതിപ്പോൾ ഏത് വെണ്ടയാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം, ആനക്കൊമ്പനൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ വെണ്ടത്തൈ നട്ടുകൊണ്ടിരിക്കണ്ടല്ലോ. പിന്നെ വെണ്ടക്ക് കണ്ട പ്രധാനമായിട്ട് വലുത് കണ്ട ഇതേപോലെ ഇല ചുരുട്ടി പുഴുകൾ വരും. കണ്ട ഇല ചുരുട്ടി പുഴുക്കൾ കണ്ട. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് ഈ പുഴുവിനെ ഇങ്ങനെ എടുത്ത് കൊന്നളയുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും വെണ്ടത്തൈയുടെയൊക്കെ അടുത്ത് വരാം. വെണ്ടത്തൈ വന്നിട്ട് നോക്കണം നമ്മ പുഴുക്കളൊക്കെ ഉണ്ടാന്ന്. എന്നിട്ട് പുഴു കണ്ട. അപ്പോൾ ആദ്യം നമ്മുടെ കൈ കൊണ്ട് കൊല്ലലാണ് പ്രധാനം. അല്ലാണ്ട് നമുക്ക് കുറേ മരുന്നൊന്നും അടിക്കലല്ല പ്രധാനം. ഈ പുഴുക്കളൊക്കെ നമുക്ക് ഡെയിലി എടുത്ത് നശിപ്പിക്കാനുള്ളൂ. നമ്മൾ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തൈകളുടെ അടുത്ത് വരണം. ഇതേപോലെ വല്ല പുഴുക്കളോ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ടത് കൈ കൊണ്ടെടുത്ത് നശിപ്പിക്കുക. എന്നിട്ടും പോയില്ലെങ്കിലാണ് ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വെണ്ടക്ക് പ്രധാനമായിട്ട് ഈ പുഴുക്കളുടെ ശല്യം വന്നത്. അപ്പോൾ ഇതേപോലെ കളഞ്ഞ് നശിപ്പിച്ച് കഴിഞ്ഞാൽ പുഴുക്കളുടെ ശല്യമൊന്നും ഉണ്ടാകൂല. നമുക്ക് എപ്പോഴും വെണ്ടക്ക കിട്ടും. ഇപ്പം ഈ വെണ്ട ഇനിയിപ്പോൾ ഒരു 2 വർഷവും കൂടെ നിൽക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴെപ്പോഴും വെണ്ടത്തൈ നടയും വേണ്ട. ആനക്കൊമ്പൻ്റെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ആനക്കൊമ്പൻ്റെ പച്ചയും ചുവപ്പും വെണ്ട വിത്തുകളെല്ലാവരും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള വിത്തുകളാണ്, വെണ്ടക്കകളാണ്. അപ്പോൾ എല്ലാവരും ആനക്കൊമ്പൻ വെണ്ടയൊക്കെ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.